ഇത് ലോങ് ജമ്പ് ഫസ്റ്റിന് കൊടുക്കാം. ലോങ് ജമ്പ് ഫസ്റ്റ്. ഇത് സെക്കൻഡ് പ്രൈസ്. ഹലോ, അതെ പഞ്ചായത്ത് ഓഫീസ്. അയ്യോ, സെക്രട്ടറി ഉണ്ടാവില്ല കേട്ടാ. എൻ്റെ മാഷെ കേരളോത്സവം നടക്കുകയല്ലേ, പഞ്ചായത്ത് കായികമേള. ഇന്നുണ്ടാവില്ല. ശരി 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 ഓക്കെ. ഇത് വടംവലിക്ക് ഫസ്റ്റ് കൊടുക്കുക. വടംവലി സാറേ. നമസ്കാരം. എന്താ കാര്യം? ഞങ്ങൾ ഒരു അപേക്ഷ കൊടുക്കാൻ വേണ്ടി വന്നതാണ്. നിങ്ങളിത് എവിടെ പോയി കിടക്കണായിരുന്നു എൻ്റെ മാഷെ? മെമ്പർമാരായ മെമ്പർമാർ മുഴുവൻ പറഞ്ഞു നടന്ന്, മൈക്കിൽ വിളിച്ചു പറഞ്ഞ്, ഈ മതിൽ മുഴുവൻ പോസ്റ്റർ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇപ്പോഴാണ് വന്നത് അപേക്ഷ കൊടുക്കാൻ. ലോങ് ജമ്പ്, ഹൈ ജമ്പ്, 100 മീറ്റർ, 1000 മീറ്റർ, ഇത്രയും കാര്യങ്ങൾക്ക് ഇനി ഇവിടെ എൻട്രി ഉള്ളൂ. ഏതിൽ എഴുതണം? ഞങ്ങൾ അതിന് വേണ്ടി വന്നതല്ല. പിന്നെ അല്ല, ഈ വീടിന്റെ അറ്റകുറ്റപ്പണിക്ക് അതിനൊരു അപേക്ഷ കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. കായികമേള നടക്കണതിൻ്റെ ഇടക്കാണ് അതിൻ്റെ അറ്റകുറ്റപ്പണി. ഇരിക്ക്. അത് അപേക്ഷ കൊടുത്താലൊന്നും സെക്രട്ടറി വരുമെന്ന് തോന്നുന്നില്ല. അയ്യോ, അതെന്താ? ഈ പരിപാടിയും കഴിഞ്ഞ് സാംസ്കാരിക സമ്മേളനമൊക്കെ കഴിഞ്ഞിട്ട് വൈകിട്ടാവും. അപ്പം ഇന്ന് സെക്രട്ടറി എത്തൂല. അല്ല, എത്ര മാർക്ക് കിട്ടി? എന്ത് മാർക്ക്? എന്താ പേര് പറഞ്ഞത്? പേര് കുഞ്ഞൻ. സത്യശീലൻ. സത്യശീലൻ ചേട്ടാ, നമ്മൾ ഗ്രാമസഭയിൽ വീടിന്റെ അറ്റകുറ്റപ്പണിക്ക് അപേക്ഷ കൊടുത്താ. ആ അപേക്ഷക്ക് എത്ര മാർക്ക് കിട്ടിയെന്നാ ചോദിച്ചത്. A+ ഒന്നും വേണ്ട, പാസ്സായില്ലേ? അപ്പൊ ആനുകൂല്യം കിട്ടാൻ അർഹതയുണ്ട്. റേഷൻ കാർഡ് കൊണ്ടുവന്നിട്ടുണ്ടോ? എന്നാ അത് കാണട്ടെ. BPL ആണ്, വരുമാനം 600 രൂപ. അപ്പോൾ ആനുകൂല്യം കിട്ടാൻ അർഹതയുണ്ട്. അതെ, ഇതെല്ലാം കൂടി കൊണ്ടുപോയിട്ടേ വില്ലേജ് ഓഫീസിൽ നിന്ന് ഒരു ജാതി സർട്ടിഫിക്കറ്റും കൂടി വേണ്ടി വരും. ആരാ നിങ്ങളുടെ അച്ഛൻ? അച്ഛൻ മരിച്ചുപോയി സാർ. മരിച്ചുപോയെങ്കിലും ഒരാളുണ്ടാവുമല്ലോ. അയ്യോ, മരിച്ചുപോയാൽ പിന്നെ ആളുണ്ടാവില്ലല്ലോ. അല്ല, മരിച്ചുപോയാൽ ഒരു പേരുണ്ടാവുമല്ലോ. പേരുണ്ട്. ആ പേരാ ഞാൻ ചോദിച്ചത്. അച്ഛന്റെ പേര് ഗുണശേഖരൻ. അത് നിങ്ങൾ പറഞ്ഞാ പോരാ. അല്ല സാറേ, ശരിക്കും ഗുണശേഖരൻ തന്നെ അച്ഛൻ. നാട്ടിലെല്ലാവരും അച്ഛനെ ഗുണശേഖരൻ തന്നെ വിളിക്കാം. ഇത് നിങ്ങൾ പറഞ്ഞാ പോരാ. വില്ലേജ് ഓഫീസർ രേഖാമൂലം എഴുതി തന്നാലേ സർക്കാർ നിങ്ങളുടെ അച്ഛൻ ഗുണേണെന്ന് അംഗീകരിക്കൂ. എന്നാലേ ഞങ്ങൾക്കത് ഗുണേണെന്ന് മനസ്സിലാക്കിയിട്ട് ആനുകൂല്യം തരാൻ പറ്റുള്ളൂ. നിങ്ങൾ ആണാണോ പെണ്ണാണോ? ഇതെന്താ സാർ ഇങ്ങനെ ചോദിക്കണേ? സാർ, ഞാൻ ആണാണ്. ഇതെന്റെ ഭാര്യയാണ്, പെണ്ണാണ്. ആണ്. ഇത് നിങ്ങൾ പറഞ്ഞാ പോരാ. ഇത് വില്ലേജ് ഓഫീസർ രേഖാമൂലം എഴുതി തരണം. എന്നാലേ നിങ്ങൾക്ക് ആനുകൂല്യം കിട്ടുള്ളൂ. ഒരു പണി ചെയ്യും, അപേക്ഷ കൊടുത്തുകൊണ്ട് പോയിക്കോ. എന്നിട്ട് നിങ്ങളുടെ പഴയ വീടൊന്ന് പൊളിച്ച്. വീടിനി അത് പൊളിച്ചിടാനൊന്നുമില്ല സാർ, ആകെ പൊളിഞ്ഞു കിടക്കുകയാണ്. എന്നാൽ അത് ഒരു വശത്തോട്ട് മാറ്റി വെച്ചിട്ട് പുതിയ നിർമ്മാണം തുടങ്ങിക്കോ. അല്ല സാറേ, ഈ കയ്യിൽ പൈസ ഇല്ലാതെ വീട് പൊളിച്ചിടാൻ പറ്റുമോ? അപ്പൊ കയറി കിടക്കാനൊരു ശരീരം മാത്രമേ ഉള്ളൂ രണ്ടാക്കും. അത് വേണ്ടി വരും. നിർമ്മാണം തുടങ്ങിയാൽ മാത്രമേ നമുക്ക് ആദ്യത്തെ ഗഡു അനുവദിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഇവിടുന്ന് 25,000 രൂപ നിങ്ങൾക്ക് തന്നാൽ നിങ്ങളത് മേടിച്ച് പുട്ടടിച്ച് വീട് വെച്ചില്ല ആരോട് സമാനം പറയും? സെക്രട്ടറിയുടെ പണി പോകുകയെ. സാർ, അപ്പൊ എന്ത് ചെയ്യപ്പോ? ഇവിടെ പഞ്ചായത്തിൽ നിന്ന് കൊടുക്കണ ആനുകൂല്യം വെച്ച് വീട് വെച്ച് കൊടുക്കണ ഒരു കോൺട്രാക്ടർ ഉണ്ട്, ലോലിതൻ. നല്ലവനാ. നിങ്ങളുടെ വീട് അവൻ പണിത് തരും. നിങ്ങൾക്ക് ബില്ല് കിട്ടുമ്പോ അയാൾക്ക് പൈസ കൊടുത്താൽ മതി. ആദ്യം ഒരു 10 കൊടുക്കേണ്ടി വരും. അയ്യോ, 10? അയ്യോ, 10 അല്ല, 10,000 രൂപ. ഞാൻ പറഞ്ഞാണെന്ന് പറഞ്ഞു, പാരിജാതൻ സാറ് പറഞ്ഞാണെന്ന് പറഞ്ഞാൽ മതി. അവനത് സഹായിക്കും കേട്ടോ. ഇതൊക്കെ കൊണ്ടുപോയിക്കോ. അതിൽ പൊതിയണ്ട, ഇതായി സഞ്ചിയിൽ വെച്ചാലും മതി. പോയിട്ട് തിരക്ക് വല്ലതും ഉണ്ടോ? അല്ലെങ്കിൽ ആ 100 മീറ്റർ ഓട്ടത്തിലൊന്ന് പങ്കെടുത്താൽ ട്രോഫികളൊക്കെ കിട്ടുമായിരിക്കും. ഓടി